ചേട്ടാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഒരു ഷർട്ട് ഓർഡർ ചെയ്തു. ഒരു ലിങ്ക് ഉണ്ടായിരുന്നു, ആ ലിങ്കിൽ കയറിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ കുറെ ദിവസമായി ഇതുവരെ വന്നിട്ടില്ല, എന്റെ പൈസയും പോയി. അത് ശരി, നീ ഏത് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്ത്? ചേട്ടാ ഇതാണ് ആ വെബ്സൈറ്റ്, ഒന്ന് നോക്കുമോ? എടാ ഇത് വെബ്സൈറ്റ് ഫേക്ക് ആണ്. ഫേക്കാ? അതെങ്ങനെ മനസ്സിലായി? എടാ നിനക്ക് ഇതുപോലെ അറിയില്ലേ, ഇപ്പൊ ഒരുപാട് ഫേക്ക് ലിങ്ക്സ് വരുന്നുണ്ട്. അതായത് പോപ്പുലർ വെബ്സൈറ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഡിമാർട്ട്, അങ്ങനെ ഒരുപാട് പോപ്പുലർ കമ്പനീസിന്റെ ഫേക്ക് ലിങ്ക്സ് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇപ്പൊ വരുന്നുണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സ്കാം ആണ് ആക്ച്വലി. ഇപ്പൊ ഏതായാലും നിന്റെ ഈ പൈസ ഏതായാലും പോയി. പക്ഷേ ഇനി ഭാവിയിൽ ഇമാതിരി പണി പറ്റാതിരിക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാം. സോ അടുത്ത തവണ നീ വാങ്ങാൻ പോകുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം URL ചെക്ക് ചെയ്യാം. ചെറിയ ചെറിയ മിസ്റ്റേക്സ് അതിനകത്ത് ഉണ്ടാവും. അതായത് ആമസോൺ എന്നുള്ള ഒരു പേരുണ്ടല്ലോ, ആമസോണിന്റെ ഓന് പകരം ചിലപ്പോൾ 0 ആയിരിക്കും. മനസ്സിലായോ? അത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് അവന്മാർ വരുത്തും. അതുപോലെ തന്നെ നീ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിന് ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ ഒരു ലോക്കിന്റെ ചിഹ്നം ഉണ്ടാവും. അതിന് പാഡ് ലോക്ക് എന്നാ പറയാം. അതിനർത്ഥം ആ ലോക്കിന്റെ ചിഹ്നം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വെബ്സൈറ്റ് എൻക്രിപ്റ്റഡ് ആണ്, ഇതിന്റെ ഡേറ്റ സേഫ് ആയിരിക്കും. ഇനി അതല്ല, ഈ ലോക്കിന്റെ സ്ഥാനത്ത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ആണെങ്കിൽ അതൊരു സ്കാം വെബ്സൈറ്റ് ആണ്, ഇതിനെ പറ്റിക്കാൻ അവർ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ തന്നെ ഇവർക്ക് ഇതിന്റെ കാർഡ് ഡീറ്റെയിൽസ് കിട്ടി. ഇനി ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇതെല്ലാം അവർക്ക് കിട്ടും. ഇതിന്റെ ബാങ്കിൽ നിന്ന് പൈസ ഈസി ആയിട്ട് ഇവർക്ക് അടിച്ചു മാറ്റാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് ഇപ്പൊ തന്നെ നിന്റെ കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കും. Bosswala. Be the boss.